നീറ്റ് ഒരു മണ്ടുള്ളവർക്കുള്ള ഗെയിമാണോ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആൾക്കാരുകളാണോ? ഞാൻ പ്ലസ് ടു അല്ലാണ്ട് പഠിച്ചില്ല. നിന്റെ നാട് എവിടെ കിട്ടാത്ത നാട് ആണെങ്കിൽ പഠിച്ച അല്ലെങ്കിൽ ആരാണ്ട് ഡാഷ് ചെയ്യേണ്ടി എന്നിട്ട് ഈ പറയുന്ന മനസ്സിലാവുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. മറന്നു സംഭവം ഉണ്ട്, എന്നാലും ഇടക്കിടക്ക് റിവൈസ് ചെയ്യും. എനിക്കൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ഫുഡ് അടിപൊളിയല്ലേ, ഉറക്കം തൂങ്ങി പഠിച്ചതിന് വരാന്തിലൊക്കെ ഇരുന്നിട്ട് ഞാൻ അപ്പൊ എനിക്ക് ഇന്റേതായ ഒരു ജോലി ഇട്ടിട്ട് കെട്ടണം എന്നുള്ള രീതിക്കാണ് ഡാഷിൽ നമുക്ക് പൊരിപ്പിക്കാം. കെമിസ്ട്രി ക്ലാസ് ആണ് കത്തല് കുറഞ്ഞു പോയി. തക്കാളി മുറിക്കണമെന്ന് പറയാം, ഫ്രണ്ട്സ് നിർത്തിക്കോ പറയും. എനിക്ക് പെട്ടെന്ന് കരച്ചിലും വന്നു. ബേസ് സെറ്റ് ആണെങ്കിൽ എന്തായാലും റിപ്പീറ്റ് ചെയ്താൽ ഫോട്ടോ എടുക്കും നമുക്ക് അയച്ചു തരൂല. നീറ്റ് എക്സാം എഴുതിയതിനു ശേഷം തോന്നി ഭയങ്കര സന്തോഷം തോന്നി. ആരോട് ആദ്യം പറഞ്ഞേ? ഉമ്മടി. അന്ന് ഉമ്മ ഉണ്ടായിരുന്നത് എക്സാമിന് ഉമ്മി കാക്കും ഉണ്ടായിരുന്നു. എന്നിട്ട് എക്സാം ആള് അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ ഉമ്മനെ പുറത്തുണ്ട്. ഫസ്റ്റ് ഉമ്മനെ കണ്ട് അതില് ഉമ്മക്ക് എങ്ങനെയുണ്ട് അവിടുന്ന് ദൂരത്തുനിന്ന് ചോദിച്ചപ്പോ കൈയായിട്ട് തംസപ്പ് കാട്ടി. എന്നിട്ട് നേരെ പോയി ഉമ്മാന്റെ തോളി ചാരി കിടക്കേന്. അപ്പൊ എല്ലാം കഴിഞ്ഞിന്റെ ഒരു ആശ്വാസത്തില് അങ്ങനെ കിടന്നേന്. അതില് എനിക്ക് പെട്ടെന്ന് കരച്ചിലും വന്നു, ഉമ്മാക്കും കരച്ചിൽ വന്നു. അതില് ഞങ്ങൾ രണ്ടാളും നിന്ന് കരയാണ്. അതിന്റെ കാക്കു വന്നിട്ട് ഞങ്ങൾ അവിടുന്ന് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ അടുത്തുള്ള ആൾക്കാര് വിചാരിച്ച മാർക്ക് കിട്ടാത്തതിന്റെ കരച്ചിലാണ് കരുതി. അതില് ഇങ്ങനെ ആൾക്കാര് പറയുകയും ചെയ്തേനു, ഉമ്മയും കരയുണ്ട് കുട്ടിയും കരയുണ്ട്, എന്നിട്ട് ആകെ ഇതാവാണ് പറഞ്ഞിട്ട് ഇല്ല എങ്ങനെയല്ലോ വീട്ടിൽ എത്തി എത്താനുള്ള ഇതിലേനു പോരുമ്പോ. പിന്നെ ഉമ്മയാണോ ഉപ്പയാണോ കൂടുതൽ സപ്പോർട്ട് ചെയ്തത്? രണ്ടുപേരും ഉണ്ടായിരുന്നു. വിളിക്കല് ഉമ്മാക്ക വിളിക്കല്, ഉപ്പാക്ക് സംസാരിക്കലൊക്കെ ഉമ്മാനാണ്. ഇപ്പൊ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പൊ ഫോൺ എടുക്കും. അപ്പൊ കുറച്ച് വർത്താനം കഴിയുമ്പോ തന്നെ ടൈം 15 മിനിറ്റ് അല്ലല്ലോ, അതില് ഉമ്മാക്ക് വിളിക്കാൻ തന്നെ ഉണ്ടാവും കുറെ സമയം പോകും. പിന്നെ ഇപ്പാടെ ആണെങ്കില് ഒരു ബുക്ക് പറഞ്ഞിന് ഇപ്പാടെ. അതിലവിടെ ടൗണില് എല്ലായിടത്തും തപ്പി അവിടെ ലേറ്റ് എഡിഷൻ അല്ലേ പറഞ്ഞു. ഇക്കൊല്ലത്ത് അറിയിട്ട് ജെയിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ബുക്ക്. അത് സാറുമാര് പറഞ്ഞിന് ഇങ്ങനെ ജെയിന്റെ PVQ ചെയ്താൽ നല്ലതാണ് പറഞ്ഞിന്. അങ്ങനെ എന്നിട്ട് ഇപ്പാട് പറഞ്ഞിന് ആ ബുക്ക്. അതിലിപ്പോ ടൗണിലെ എല്ലാ പീഡിയ കൂടെ എല്ലാ ബുക്ക് സ്റ്റാളിൽ കൂടിയും തപ്പി അവിടെ ഞങ്ങൾ നാട്ടിലത്തെ എല്ലായിടത്തും തപ്പി. അതിൽ അവിടുന്ന് ഒന്നും കിട്ടിയില്ല. അതിൽ എന്നിട്ട് ഒരു ബുക്ക് എവിടുന്ന് കൊണ്ടുവച്ചെന്ന് കഴിഞ്ഞിട്ട് ആ പീഡിയക്ക് വിളിച്ചു നോക്കി. അല്ല അവിടെ ആ ബുക്ക് ഉണ്ടെന്നേക്ക് പ്രസന്റ് ഈ വർഷത്തെ വിറ്റ് പോയതാണ്. ലേറ്റസ്റ്റ് എഡിഷൻ അല്ല, കഴിഞ്ഞ വർഷത്തെ എഡിഷനേ ഉള്ളൂ. കുറച്ച് ക്ലാസ് കഴിഞ്ഞ് കുറച്ച് തുടങ്ങിയ സമയത്തേന്. അങ്ങനെ എന്നിട്ട് കോഴിക്കോട് അവിടുന്നാണ് ബുക്ക് കൊണ്ടുവന്ന് അതിന് ഓല കടയൊക്കെ വിളിച്ചു നോക്കി. എന്നിട്ട് അവിടുന്ന് വിളിച്ചിട്ട് അവിടെ സാധനം ബുക്ക് ഉണ്ട് പറഞ്ഞേക്ക് ഇപ്പൊ നേരെ വണ്ടി ഇട്ട് കോഴിക്കോടക്ക് വന്ന് അന്ന് നല്ല ചൂടുള്ള സമയത്തേന് നല്ല വെയില് മൊത്തം കൊണ്ട് കരിവളിച്ചേന്. എന്നിട്ട് എന്നെ കാണാൻ ഹോസ്റ്റലിലേക്ക് ബുക്കായിട്ട് നേരെ അങ്ങോട്ട് കൊടുന്നൊക്കെയാണ്. ഇപ്പടെ പറഞ്ഞേന് ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ മതി ഇനി, അല്ലെങ്കിൽ ഒരു പൈസ കൊടുത്തതിന് ഓൺലൈനിൽ എത്തിച്ചു തരുള്ളൂ, അങ്ങനെയൊക്കെ മതി പറഞ്ഞേന്. പക്ഷെ ഇപ്പൊ എന്തും ചെയ്യാനുള്ള ഇതിലേന്. മാർക്കൊക്കെ കൂട്ടിയപ്പോ ഇവരോടൊക്കെ പറയുമ്പോ എന്താ ഇപ്പൊ ഭയങ്കര അൽഹംദുലില്ലാ നല്ല സന്തോഷായി. ഇമ്മി മാർക്ക് പറഞ്ഞപ്പോഴും നേരെ മട പറഞ്ഞേ മാർക്ക് പറഞ്ഞപ്പോഴും അപ്പോഴും നേരെ പോയി ഉമ്മനെ അടുക്കളയിൽ ഉമ്മ ഉണ്ടായിന്. അപ്പൊ നേരെ ഉമ്മനെ പോയി കെട്ടിപ്പിടിച്ച് അന്ന് അതേപോലെ തന്നെ തോളി കിടന്നു. പിന്നെ കരച്ചില് നാട്ടുകാരില്ലാത്തോണ്ട് ഇല്ല, മാത്രമേ കണ്ടുള്ളൂ. ഇതായിരുന്നു എന്നുള്ളത് അല്ലെ. കാക്കു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? കാക്കു നിന്റെ കഥയിലെ ഒരു മെയിൻ കഥാപാത്രമാണോ? കാക്കു ഇവിടെ നാട്ടിലുണ്ടായി. സിംഗപ്പൂർ പോകുന്ന ഭയങ്കര കരച്ചിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. കാക്കുന്ന് കാണാൻ പോണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവസാനം നീ പോയിണ്ടായിരുന്നോ? പോയി. അന്ന് രാവിലെ പോയി വൈകുന്നേരം ഹോസ്റ്റലിലേക്ക് തന്നെ തിരിച്ചു. അന്ന് ലാസ്റ്റ് റിവിഷൻ സമയമായോണ്ട് കാക്കു ആയിരുന്നില്ല നിനക്ക് കിട്ടിയില്ല എന്തൊക്കെ ചെയ്തു കളി എന്നൊക്കെ നിന്നോട് പറഞ്ഞെന്നൊക്കെ പറഞ്ഞേ? നിന്റെ കാക്കു തന്നെ ആയിരുന്നോ? കിട്ടിയില്ല അടി കിട്ടുന്നോ അങ്ങനത്തെ? അപ്പം ഇനി പറയും, നീ റിപ്പീറ്റർ ആയിരുന്നു അല്ലെ? +2 എത്ര മാർക്ക് ഉണ്ടായിരുന്നു? +1 വെച്ച് നോക്കുമ്പോൾ +2 മാർക്ക് കുറവേനി. നല്ലോണം കുറവായിരുന്നു. കുറച്ച് 33 മാർക്ക് അതിനകത്ത്. ഞാൻ +2 അല്ലാണ്ട് പഠിച്ചില്ല. അത് കാരണമാണോ നീ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുക? +2 മര്യാദക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു? +2 മര്യാദക്ക് പഠിച്ചിട്ടില്ല. റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലായിരുന്നു. +1 പിന്നെയും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റി. +2 എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
ആ ക്ലാസ് ആയപ്പോ തന്നെ ഒരു വൃത്തിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അറിയണ സാധനം നമ്മൾ പിന്നെയും കോൺസെൻട്രേറ്റ് ചെയ്യുമല്ലോ. റിപ്പീറ്റ് ചെയ്തപ്പോ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 503. പ്ലസ് ടുവിന്റെ കൂടെ എഴുതിയുണ്ടായിരുന്നോ? അപ്പൊ എത്ര? 165. 503. അപ്പം റിപ്പീറ്റ് ചെയ്തിട്ട് എൻട്രൻസ് എഴുതിയ സമയത്ത് നിനക്ക് ഉറപ്പാണ് ഇത് കിട്ടൂല അല്ലെ? കഴിഞ്ഞോണം. അപ്പൊ എപ്പോഴാണ് നീ തീരുമാനിച്ച റിപ്പീറ്റ് ചെയ്യുന്നു? അതിന്റെ പിറ്റേ ദിവസം തന്നെ രാവിലെ തന്നെ എപ്പോ ചോദിച്ചേന് നീ എന്താ ചെയ്യാ. പിന്നെ അതെന്താ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? അപ്പൊ എനിക്ക് വീണ്ടും ഒരു വർഷം കൂടെ വേസ്റ്റ് ആവുക കിട്ടുമോ ഇല്ല അങ്ങനത്തെ കുറെ സംശയങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇല്ല, അങ്ങനെയല്ല. എനിക്ക് ബേസ് സെറ്റാന്ന് ഒരു ഉറപ്പുണ്ട്. ഇതുണ്ടായിരുന്നു ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഇനി ചെയ്താൽ കിട്ടുന്നുള്ളൊരു കോൺഫിഡൻസ് ഉറപ്പായിരുന്നല്ലേ? ഓക്കെ. ആൻഡ് ഇപ്പോഴും കുറെ കുട്ടികളുണ്ടാവും അത് ഈ വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് ഇപ്പൊ നീറ്റ് 2024 എഴുതിയിട്ട് നല്ല 600+ കിട്ടൂല എന്ന് തീരുമാനിച്ചു റിപ്പീറ്റ് ചെയ്യണോ വേണ്ടോ ഡൗട്ട് അടിക്കുന്ന കുട്ടികളുണ്ട്. അവരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ബേസ് സെറ്റ് ആണെങ്കിൽ എന്തായാലും റിപ്പീറ്റ് ചെയ്തോന്നാണ് പറയാ. അതായത് റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് ഞാൻ ആരോടാ പറയാ? ഈ ബേസ് ഒന്നും അറിയാത്തവര് വെറുതെ ഇതിനായിട്ട് കളയണ്ടെന്ന് തന്നെ പറയുള്ളൂ. നിന്നോട് ആരെങ്കിലും ഡയറക്റ്റ് ഉപദേശം ചോദിച്ചിട്ടുണ്ടോ? ഞാന് എന്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ ചോദിച്ചീന്. എന്റെ ഒപ്പം പ്ലസ് 2 പഠിച്ചിട്ടുണ്ട്. അവള് റിപ്പീറ്റ് പോയപ്പോ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്താ കുറച്ച് പഠിച്ചായിരുന്നു. പിന്നെ ഇനി ചേരണോ എന്തൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ എന്താണ് ചെയ്തോന്ന് തന്നെ പറഞ്ഞു. അതായത് പിന്നെ റിപ്പീറ്റ് ഒക്കെ ചെയ്തിട്ട് പിന്നെ വേറെ കോളേജിൽ പോകുന്നതിലും നല്ലത് ഇത് നല്ലത്. അപ്പൊ നമുക്ക് റിഗ്രറ്റ് അടിക്കും. നമ്മളൊപ്പമുള്ള ഇനി റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാല് അപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു റിഗ്രറ്റ് അടിക്കും. ഇനിയിപ്പോ അങ്ങനെ ഇതുണ്ട്, ഒരു കിട്ടിയില് സന്തോഷമുണ്ട്, പക്ഷെ നമുക്കും കിട്ടിയെങ്കിലോ അങ്ങനെ ഒരു നാച്ചുറൽ ആണ്. അതിൽ നമ്മള് മനുഷ്യന്മാരാണല്ലോ അല്ലെ, നമ്മളൊക്കെ എപ്പോഴും ആ ഒരു സാധനം അതിലും നല്ലത് കിട്ടുന്നവരെ അങ്ങ് പോകുന്നത് തന്നെയാണല്ലേ. ആകെയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ചില ആൾക്ക് പറ്റിയ സാധനം ആയിരിക്കുമല്ലോ. നമുക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് പറ്റിയ സാധനം. അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്താൽ അതിന് റിപ്പീറ്റ് ചെയ്തപ്പോഴും റിപ്പീറ്റ് ചെയ്തപ്പോഴും നീ റിപ്പീറ്റ് ചെയ്തപ്പം വ്യത്യസ്തമായി ചെയ്ത എന്തായിരിക്കും? റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചെയ്ത ചില മിസ്റ്റേക്കുകൾ മാറ്റി കുറച്ചുകൂടി ഉറങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ? എത്രത്തോളം ഉറങ്ങിണ്ടാവും? ഒരു 10 മണിക്കൂർ അങ്ങോട്ട് ഉറങ്ങിയെന്നാണോ അല്ലെങ്കിൽ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാം? ഇത് ഉറക്കം വരുന്ന സമയത്ത് ഉറങ്ങാം. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ഒരു സമയം ഉറങ്ങി തന്നെ നമ്മളെ മൈൻഡിനെ ഒന്ന് നോക്കിയോ. റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഉറങ്ങാറുണ്ട്. ഉറക്കം തൂങ്ങി പഠിച്ചേന്. വരാന്തിയിലൊക്കെ ഇരുന്നിട്ട് സ്റ്റഡിയാളെ ഒന്നാമത് സെറ്റ് ആവില്ല. അപ്പൊ വരാന്തിയിൽ ഇരുന്നിട്ട് അതിന് പഠിച്ചേന്. വരാന്തിയിൽ ആ തിണ്ടുമ്പോ ഇരുന്നിട്ട് ഉറക്കം തൂങ്ങിയതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഹോസ്റ്റല് നല്ലതായിരുന്നു. അടിപൊളിയായിരുന്നു അല്ലെ? നിന്റെ മറ്റേ വീഡിയോ കണ്ടിട്ടാ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലെ 3 കിട്ടി. പിന്നെ ഓക്കെ, അത് ഒന്നാമത് ആ ഹോസ്റ്റൽ തന്നെയാണ് ഒരു മെയിൻ ഇമ്പോർട്ടൻസ്. സാധാ ഹോസ്റ്റൽ പോലെയൊക്കെ ഹോസ്പിറ്റലിൽ ഒരു മനസ്സുഖം ഉണ്ടാവില്ലല്ലോ. ഒക്കെ നമ്മള് നടുമുറ്റം, ഊഞ്ഞാല്, പൂന്തോട്ടം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിന് ഒരു കുളിർമ. നല്ല വീടിന്റെ അറ്റ്മോസ്ഫിയർ തന്നെ കിട്ടും. ഫുഡ് അടിപൊളിയല്ലേ? നല്ല ബിരിയാണി, നല്ല വെജ് ബിരിയാണി, നല്ല ചിക്കൻ ബിരിയാണിന്റെ പീസും കിട്ടിയാണ്. അത് ലാസ്റ്റ് പോയി കഴിഞ്ഞാൽ കിട്ടും. വെജ് ബിരിയാണി കുട്ടികൾക്ക് ചിക്കൻ പീസ് കിട്ടുമല്ലോ. ഞാൻ ലാസ്റ്റ് ചിക്കൻ ബിരിയാണി കഴിക്കൂല, ഞാൻ വെജ് ബിരിയാണിയുടെ റൈസും ചിക്കൻ ബിരിയാണി. അത് നല്ല ഫ്രൈഡ് റൈസ്, നല്ലൊരു ഗാർലിക് ചിക്കൻ കിട്ടുന്ന ആ ഒരു ഫീലാണ്. ആണല്ലേ? എല്ലായിടവും നീ ബേസിക്കലി ഒരു ഉഴപ്പത്തിയാന്ന് തോന്നുന്നല്ലേ? നല്ല ഉഴപ്പത്തിയാണ്. പ്ലസ് 2 നന്നായിട്ട് ഉഴപ്പിയിട്ടുണ്ട്. ഈവൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നീ സീരിയസ് ആയിട്ട് അധികം പഠിച്ചിട്ടില്ല. ബുക്ക് ഉണ്ടാവും എല്ലാ സമയത്തും, പക്ഷെ പഠിക്കേണ്ട രീതിക്ക് പഠിച്ചിട്ടില്ല. അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് റിപ്പീറ്റ് തന്നെ കിട്ടായിരുന്നു അല്ലേ? റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഗൗരവം വന്നിട്ടുണ്ടോ? കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. എന്താ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്താ? അപ്പൊ പെട്ടെന്ന്, അതായത് ഈ ബേസിക്കലി ഉഴപ്പന്മാരാകുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മള് ഇൻബോൺ നാച്ചർ ഉഴപ്പാനായിരിക്കും. അപ്പൊ അതിൽ നിന്ന് മാറി എങ്ങനെ ഈ കഷ്ടപ്പെടാനല്ലേ ഹാർഡ് വർക്ക് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന സാധനം എന്താ? ഒന്നാമത് എന്റെ ഫാമിലി തന്നെ കുറച്ച് ഓർത്തഡോക്സ് ഫാമിലിയാണ്. അപ്പോ പെട്ടെന്ന് നേരത്തെ കെട്ടിച്ചൂടാ അങ്ങനെ. അപ്പൊ എനിക്ക് ഇന്റേതായ ഒരു ജോലി ഇട്ടിട്ട് കെട്ടണം എന്നുള്ള രീതിക്കാണ് എനിക്കുള്ളത്. അപ്പൊ ഞാനൊരു എന്റെ നോട്ട് തന്നെ ഇത് ചെയ്യുന്നത്, വേണമെങ്കിൽ പഠിച്ചാൽ അല്ലെങ്കിൽ ആരാന്റെ ഡാഷ് ചെയ്യേണ്ടി വരും. എന്നിട്ട്
നീ പറയുന്നൊക്കെ ഇവർക്ക് മനസ്സിലാവുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. വേണമെങ്കിൽ പഠിച്ചോ അല്ലെങ്കിൽ ആരാന്റെ അതായത് മറ്റുള്ളവരുടെ ഡാഷിൽ നമുക്ക് പൂരിപ്പിക്കാം. എന്നിട്ട് കഴുകേണ്ടി വരും. കഴുകേണ്ടി വരുമായിരുന്നു. ഓക്കെ ഡാഷ് ഉദ്ദേശിച്ചത് അതായത് മറ്റുള്ള ഇതിലൊക്കെ നമ്മള് നിക്കുക. നീ ഇങ്ങനെ പഠിക്കുന്ന ടേബിൾ മേലെ എഴുതി വെച്ചേ അതിന്റെ മുമ്പിൽ ജനലാണ്. അത് ഇടക്കിടക്ക് മോട്ടിവേഷൻ. ശരിക്കും നിനക്ക് മോട്ടിവേഷൻ നല്ല മോട്ടിവേഷൻ. പിന്നെ വേറെ സാധനം ഉണ്ടായിന്, ഇന്ത്യന്റെ മാപ്പ് വരച്ചിട്ട് അതിൽ എയിംസ് മാർക്ക് ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ, പിന്നെ നല്ല നല്ല ടൂറിസ്റ്റ് പ്ലേസ് മാർക്ക് ചെയ്ത് വെച്ചു. അപ്പൊ കാണുമ്പോ നല്ല പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും ടൂർ പോയാലോ. ആ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ നല്ലതാണല്ലോ. പിന്നെ അതില് ഇപ്പൊ ശരിക്കും നിനക്ക് ഇത്തവണയും കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ NIT പോകും. ജെയില് നല്ല പെർസെന്റ് ഇല്ല, അതുപോട്ടെ NIT ഇല്ല. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും കോളേജിൽ പോയി പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചിടും ഉറപ്പായിട്ടുണ്ടല്ലേ? നിന്റെ ഇത്താത്തമാരൊക്കെ എങ്ങനെയാണോ? എന്റെ അമ്മേ ആണല്ലേ. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീഡത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. ആൻഡ് ടെൻഷൻ ഉണ്ടായിരുന്നു നിനക്ക്? ടെൻഷൻ നല്ല ഉണ്ടായിരുന്നു. ടെൻഷൻ പോക്ക് എങ്ങനെ? തക്കാളി മുറുക്ക് അറിയാം, അവിടെ ക്വസ്റ്റ്യൻ്റെ അവിടെ കിട്ടും. ഇവിടെ നാട്ടിൽ കൂടെ കിട്ടും. അവിടെ ക്വസ്റ്റ്യൻ ആണെന്ന്. തക്കാളി മുറുക്ക് എന്താ സാധനം? ഒരു നല്ല മസാല ഉള്ള ഒരു മുറുക്കിന്, നല്ല കുറുക്കുറൊക്കെ പോലെ, കുറുക്കുറ ലൈസൊക്കെ പോലെ. എനിക്ക് മനസ്സിലായി. സ്പൈസി ആയിട്ടുള്ള കുറുക്കുറിന്റെ അങ്ങനെ ഒരു സ്പൈറൽ പോലത്തെ സാധനം, ഒരു റെഡ് കളറിലാണ് ഉണ്ടാവുക. പിന്നെ എരിവാണോന്ന് വെച്ചാൽ എരിവാണ്, പുളിയാണ്. എന്റെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്നാ ബുദ്ധി കൂടുക, ടെൻഷൻ മാറും? ബുദ്ധി കൂടൊന്നുമില്ല, ടെൻഷൻ മാറും. നമുക്കൊരു വേറെ ഈ കഞ്ചാവ് അടിച്ചെന്നൊക്കെ പറയാറ്, അതുപോലെ വേറൊരു മൈൻഡ്. അപ്പൊ ചുരുക്കി പറഞ്ഞ തക്കാളി മുറുക്കില്ലായിരുന്നു നിനക്ക് കിട്ടൂലായിരുന്നു നീറ്റ്. നിന്നെ നീറ്റ് എത്തിച്ചത് തക്കാളി മുറുക്കാണെന്ന് പറയാം. ആണല്ലേ? ഓക്കെ ഓക്കെ. എന്നാ മോളോട് ഇനി മോള് തിന്നുമ്പോ ഞാൻ വിചാരിക്കുന്നത് അത്ര നല്ലതൊന്നല്ല, പക്ഷെ കൊറേ തിന്നുന്ന സമയത്ത് മന്ദ പഠിച്ചിട്ടുണ്ട്. ആ ലെവലിൽ തിന്നായിരുന്നു? ആ ലെവല്. ഫ്രണ്ട്സ് ഒന്നും പറയില്ല? ഫ്രണ്ട്സ് നിർത്തിക്കോ പറയും, ഇനി നടക്കും വേണ്ടി വരാനെ. അപ്പം പണ്ട് മുതലേ ഉള്ളതെല്ലാം റിപ്പീറ്റ് ഈ സമയത്ത് തുടങ്ങിയ ശീലാണത്? ഇപ്പൊ ഇവിടെ വന്നിട്ടാണ് ആ സാധനം തിന്നുമ്പോ ടെൻഷൻ പോകുന്ന. പിന്നെ പഠിച്ചതൊക്കെ എങ്ങനെയാ? പഠിച്ച സാധനം തന്നെ പിന്നെയും പഠിച്ചിട്ടൊക്കെ ആയിട്ട് NCERT ബേസ് ചെയ്തിട്ട് തന്നെ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഏറ്റവും ടഫ് ഏതാ? എനിക്ക് റിപ്പീറ്റിന് വരുന്ന സമയത്ത് ഫിസിക്സ് എനിക്ക് ടഫായി തോന്നിയത്. പിന്നെ കുറച്ച് കഴിയുമ്പോ ഫിസിക്സിന്റെ ആ കൺസെപ്റ്റ് ഉണ്ടാവില്ല, അത് കത്തി തുടങ്ങി. അത് കത്തി കഴിഞ്ഞപ്പോ പിന്നെ ഫിസിക്സ് അത്ര കുഴപ്പമില്ല. പിന്നെ കെമിസ്ട്രി ക്ലാസ് ആണ് കത്തല് കുറഞ്ഞു പോയി. ബയോളജി കുഴപ്പമില്ലാത്ത, ഇടക്കിടക്ക് റിവൈസ് ചെയ്യും. മറന്നു പോണ സംഭവം ഉണ്ട്, എന്നാലും ഇടക്കിടക്ക് റിവൈസ് ചെയ്യും. ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ആൺപിള്ളേർക്കാണോ നീറ്റ് കിട്ടാൻ കൂടുതൽ ചാൻസ്? അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും അങ്ങനെ ഉമ്മാരൊക്കെ അങ്ങനെ പറയണേക്കാം. ആൺകുട്ടികളെ ബുക്ക് എടുക്കൂല, എന്നാലും ഓൾക്ക് നല്ല മാർക്ക് ഉണ്ട്, എല്ലാ നേരത്തും ബുക്കാണോ എടുക്കണം, പക്ഷെ എനിക്ക് മാർക്കില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയണേക്കാറുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും കിട്ടും. അവർക്ക് കൂടി ചോദിക്കട്ടെ, നീറ്റ് ഒരു മണ്ടുള്ളവർക്കുള്ള ഗെയിമാണോ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആൾക്കാരുകളാണോ? മണ്ട കുറച്ച് മണ്ട വേണം, അല്ലെങ്കിൽ മണ്ട ഇല്ലെങ്കിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. കുറച്ച് മണ്ട ഉണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ഇല്ലാണ്ട് തന്നെ മണ്ട ഹാർഡ് വർക്ക് കൂടുതലുണ്ട്, ഹാർഡ് വർക്ക് കുറച്ച് കുറഞ്ഞാലും കിട്ടും. മണ്ട കുറവാണെങ്കിലും ഹാർഡ് വർക്ക് വേണം. ആർക്കാണെങ്കിലും കിട്ടും എന്നുള്ളതാണ്. ജയ് കിട്ടിയപ്പോ എന്നാ ഇനിയിപ്പോ നീറ്റിന് പഠിക്കണ്ട അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് നീറ്റിന് തന്നെയാണ് താല്പര്യം. ഡോക്ടർ ആവാനുള്ള ആഗ്രഹം വന്നേ? എന്താ പണ്ടൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോ അവരൊക്കെ ഭയങ്കര റെസ്പെക്ട് അല്ലേ, സ്റ്റെതസ്കോപ്പ് നല്ല വെള്ളക്കോട്ട കെട്ടിട്ട് ഓല് തന്നെ ഒരു വേറെ ഇതുപോലെയല്ലേ തോന്നുന്നു. അവൾക്ക് ഭയങ്കര ബഹുമാനം കിട്ടണം എല്ലായിടത്തും ചെല്ലുമ്പോ. അങ്ങനെയൊക്കെ പണ്ട് ഇതുണ്ടായിരുന്നു. പിന്നെ IAS തോന്നി. IAS ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു IAS പഠിച്ചത് നല്ലതാണ്. അങ്ങനെ 10 അപ്പം വെള്ളക്കോട്ട് ഇട്ടിട്ട് ഫോട്ടോ എടുക്കും, നമുക്ക് അയച്ചു തരൂലേ? ഓക്കെ, അപ്പൊ ശരി, ഓൾ ദ ബെസ്റ്റ്.